ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ് സാർ. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ധനകാര്യമന്ത്രിയെ ഭാവി കേരളം വലിയ നന്ദിയോടെ ഓർക്കുകയും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും സാർ. കാരണം ഇത്രയേറെ ഈ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി നമുക്ക് എല്ലാ ദ്രോഹവും ചെയ്തു കൂട്ടുകയും എല്ലാ ഭരണഘടനാ തത്വങ്ങളും ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. അതിനെല്ലാ അർത്ഥത്തിലും സഹായകരമായ നിലപാടുമായി അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു പ്രതിപക്ഷവും കൂടി സംസ്ഥാനത്തുള്ളപ്പോൾ ഈ ദുരിതകാലത്ത് ഏറ്റവും ഒരു സൂര്യോദയ ബഡ്ജറ്റ് തന്നെ അവതരിപ്പിക്കാൻ ധനകാര്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെ പ്രശംസനീയമാണ് സാർ. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അധിക നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാതെ ധന ഉത്തരവാദിത്ത നിയമത്തിൻ്റെ പരിധികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് റവന്യൂ കമ്മി കുറച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഏറ്റവും ജനോപകാരപ്രദമായ ഒരു ബഡ്ജറ്റുമായി മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ ആധുനിക കാലഘട്ടത്തിൻ്റെ അനുസൃതമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട്, ഗ്രഫീൻ ഗവേഷണവുമായി ബന്ധപ്പെട്ട്, റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സമൂലമായ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അത് ഭാവി കേരളത്തിൻ്റെ വാതായനമാക്കി മാറ്റുന്നത് പോലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ തന്നെ എരുമേലി ശബരി ഗ്രീൻഫീൽഡ് എയർപോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രൂപത്തിൽ എല്ലാം ഭാവിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സഭയിൽ തന്നെ പല കാര്യങ്ങൾ ഇവിടെ ഉയർന്നു വന്നു. ആ കാര്യം സൂചിപ്പിക്കുമ്പോൾ ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടാൻ ശ്രമിക്കുമ്പോൾ 4 വിരലുകൾ നിങ്ങൾക്കെതിരെയാണ് ചൂണ്ടപ്പെടുന്നത് എന്നാണ്. ഘാട്ട് കരാർ ആരുടെ കാലത്താണ് ഒപ്പുവെച്ചത്? ആസിയാൻ കരാർ ആരുടെ കാലത്താണ് ഒപ്പുവെച്ചത്? റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ആരാണ് എടുത്തു കളഞ്ഞത്? ഈ നിലയിൽ ഈ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ പോലും റബ്ബറിന്റെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. അതായത് സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്തതിന്റെ ഡ്യൂട്ടി എടുത്തു കളഞ്ഞു. ഇതടക്കമുള്ള കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഒന്നും ശബ്ദിക്കാതിരിക്കുകയും ആരംഭകാലത്ത് കർഷക വിരുദ്ധ നയങ്ങൾക്ക് അടിത്തറയിടുകയും ചെയ്ത ആളുകളാണ് ഇന്ന് കർഷക സ്നേഹവുമായി വരുന്നത്. 1-2 കാര്യങ്ങൾ കൂടി മാത്രം സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇവിടെ റബ്ബറിന്റെ വിലസ്ഥിരതാ ഫണ്ട് 10 രൂപ എങ്കിലും വർദ്ധിപ്പിച്ച് 180 ആക്കിയതിൽ ധനമന്ത്രിയോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ അത് അപര്യാപ്തമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ. റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ സമയപരിമിതി മൂലം കടക്കുന്നില്ല. പക്ഷേ 200 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കാൻ ധനകാര്യമന്ത്രിയുടെ മറുപടിയിലെങ്കിലും നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് വകയിരുത്തിയിരിക്കുന്ന തുകയും അപര്യാപ്തമാണ്. അതും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുന്നതായി അറിയിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.